ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും മോണിറ്റൈസേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ചില്ലി പൈസ പോലും വരുമാനം കിട്ടത്തില്ല. മില്യൺസ് വ്യൂ ഉള്ള പല ഫേസ്ബുക്ക് പേജുകളിലും മോണിറ്റൈസേഷൻ ഇല്ലാത്തതുകൊണ്ട് ഒരു പൈസ പോലും ഇതുവരെ ഏൺ ചെയ്യാത്തവരെ എനിക്കറിയാം. ഇവർക്കൊക്കെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇല്ലാത്തത് കൊണ്ട് വരുമാനമില്ല. ഫേസ്ബുക്ക് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നും കണ്ടന്റ് മോണിറ്റൈസേഷന് വേണ്ടി കൊടുത്തിട്ടില്ല. 100 ഫോളോവേഴ്സ് ഉള്ള ചില പേജുകളിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ട്, എന്നാൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള പേജുകളിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ഇല്ല. ഈ ഒരു അവസ്ഥയിലായിരുന്നു ഫേസ്ബുക്കിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോയിക്കൊണ്ടിരുന്നത്. ഇതിനൊരു പരിഹാരം ഇപ്പം ഫേസ്ബുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളുടെ പേജിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനും സാധിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ആക്കി മോണിറ്റൈസേഷൻ സെക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഇപ്പം ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഒരു ചലഞ്ചാണിത്, 28 ഡേയ്സിന്റെ ചലഞ്ചാണ്. ഈ 28 ഡേയ്സിന്റെ ചലഞ്ചിൽ 3 ലാക്ക് വ്യൂസ് നമ്മൾ കൊണ്ടുവരണം. അത് 28 ദിവസത്തിനുള്ളിലാണ് 3 ലാക്ക് വ്യൂസ് നമ്മുടെ ആ ഒരു പേജിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഓപ്ഷൻ വരുന്നത് ഓരോ പേജുകൾക്ക് അനുസരിച്ചാണ്. ചില പേജുകളിൽ 5 ലാക്ക് വ്യൂസ് വരുന്നുണ്ട്, ചിലതിൽ 50 ലാക്ക് വരുന്നുണ്ട്. അതൊക്കെ ഓരോ പേജിന്റെ പെർഫോമൻസ്, അതായത് ഇതുവരെ പേജ് പെർഫോം ചെയ്ത് വന്ന ആ ഒരു രീതിക്ക് അനുസരിച്ചാണ് ഈ ഒരു ചലഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ചലഞ്ച് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ജസ്റ്റ് ജോയിൻ ചലഞ്ചിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ 28 ഡേയ്സ് ആണ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 28 ഡേയ്സിനുള്ളിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എത്ര വ്യൂ ആണോ അത്രയും വ്യൂ നമ്മൾ ഉണ്ടാക്കണം. അത്രയും വ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ എനേബിൾ ആവും. കണ്ടന്റ് മോണിറ്റൈസേഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റാർസ് ആക്ടിവേറ്റ്, അതായത് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ടൂളുകളും നമുക്ക് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോസിനും റീൽസിനും വീഡിയോസിനും എല്ലാത്തിനും ഫേസ്ബുക്കിൽ നിന്ന് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ടൈം ഡ്യൂറേഷനുള്ളിൽ നമ്മൾ ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യണമെന്നാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ. ഇനി 28 ദിവസം എന്നുള്ളത് 30 ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഇത് ആ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നെങ്കിൽ ഈ ഒരു ചലഞ്ചിലുള്ള മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ യൂട്യൂബിനൊപ്പം ഫേസ്ബുക്കിലും കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം പറ്റിയൊരു അവസരമാണ് നിങ്ങളുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട്. ഇന്ന് മുതൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മോണിറ്റൈസേഷൻ സെക്ഷനിൽ പോയിട്ട് ആദ്യം ഒരു ചലഞ്ച് നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടന്റുകൾ ഇട്ട് നിങ്ങൾ ആ ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യുക. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തതിനോടൊപ്പം വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.